കാലം കാത്തുവെച്ച കാവ്യനിധി എന്നൊക്കെ പറയുന്ന ഇതാണ്. അതായത് പാർലമെന്റിൽ നിന്നും അയോഗ്യനാക്കുക, സ്വന്തം വീട്ടിൽ നിന്നും ഇറക്കി വിടുക, അതേ മനുഷ്യനെ പാർലമെന്റിൽ പിന്നീട് സ്വാഗതം ചെയ്യേണ്ടുന്ന ഗതികേട് അത് മോദിക്ക് മാത്രമാണ് ഉണ്ടായത്. രാഹുലിനെ പാർലമെന്റിൽ എത്തിക്കരുത് എന്നുള്ള ഒറ്റ അജണ്ടയുടെ ഭാഗമായി ചില കേസുകൾ മനഃപൂർവ്വം ഉണ്ടാക്കി 6 വർഷത്തേക്ക് മത്സരിക്കാൻ പോലും സാധിക്കാത്ത തരത്തിൽ രാഹുലിനെ പൂട്ടാനായിരുന്നു മോദിയുടെ ശ്രമം. സ്പീക്കർ അയോഗ്യനാക്കിയ രാഹുലിനെ അടുത്ത നിമിഷം തന്നെ വീട്ടിൽ നിന്നും ഇറക്കി വിടുകയും ചെയ്തു. എന്നാൽ അതിലൊന്നും രാഹുൽ തളർന്നില്ല. മാത്രമല്ല, സുപ്രീം കോടതിയിൽ നിന്നും അനുകൂല വിധി വാങ്ങി രാഹുൽ മോദിയേക്കാൾ ഇരട്ടി ഭൂരിപക്ഷത്തിൽ മത്സരിച്ച 2 മണ്ഡലങ്ങളിൽ നിന്നും വിജയിച്ചു. BJPയുടെ 400+ സ്വപ്നങ്ങൾ ഇന്ത്യ മുന്നണി തകർത്തതോടെ 102 സീറ്റുകളുമായി കോൺഗ്രസ് പ്രതിപക്ഷത്തേക്കെത്തി. അതോടെയാണ് മുമ്പ് പാർലമെന്റിൽ നിന്നും ഇറക്കിവിട്ട രാഹുൽ പ്രതിപക്ഷ നേതാവായി തന്നെ മോദിയുടെ 3ാം ഊഴത്തിൽ പാർലമെന്റിൽ എത്തുന്നത്. മോദിക്ക് തന്നെ രാഹുലിനെ സ്വീകരിക്കേണ്ടുന്ന ഗതികേടിലേക്കാണ് മോദി എത്തിയത്. സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ട ഓം ബിർളയെ സ്പീക്കർ ചെയറിലേക്ക് ആനയിച്ചു കൊണ്ടുപോകുമ്പോഴുള്ള ആ രംഗം മോദി മനസ്സിൽ നിന്നും മായ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നായിരിക്കും. അതിൽ സ്വയം പ്രഖ്യാപിത ദൈവത്തിന്റെ മുഖത്തു നിന്നും നമുക്ക് കാര്യങ്ങളൊക്കെ വായിച്ചെടുക്കാൻ സാധിക്കും. ആ വീഡിയോ ദൃശ്യത്തിലേക്ക്. आपके चेयर है, आप संभालें प्लीज।